ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് കർക്കിടക കഞ്ഞിയുമായിട്ടാണ്. നവര അരിയും കുറച്ച് ധാന്യങ്ങളും വെച്ച് തയ്യാറാക്കിയിട്ടുള്ള ഈ കഞ്ഞി ഈ കർക്കിടക മാസത്തിൽ കുടിക്കുന്നത് അത്യുത്തമമാണ്. നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന വേദനകളും കൊളസ്ട്രോളും ഷുഗറും എല്ലാം കുറയുന്നതിന് ഇത് അത്യുത്തമമാണ്. നമ്മുടെ വീട്ടിൽ സ്ഥിരമായിട്ടുണ്ടാകുന്ന കുറച്ച് ധാന്യങ്ങൾ ചേർത്തുണ്ടാക്കിയിട്ടുള്ള ഈ കഞ്ഞി നമ്മുടെ ആരോഗ്യത്തിന് അത്യുത്തമമാണ്. എന്നാൽ ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് കണ്ടു നോക്കിയാലോ. ഒരു ബൗളിലേക്ക് ഒരു പിടി നവര അരി ഇട്ട് കൊടുക്കാം. ഒരു പിടി മുതിര ചേർത്ത് കൊടുക്കാം. മുതിര എല്ലുകൾക്ക് ശക്തി കൂട്ടാൻ വളരെ നല്ലതാണ്. ഇനി ഇതിലേക്ക് ഒരു പിടി വൻപയർ ചേർത്ത് കൊടുക്കാം. ഒരു പിടി ചെറുപയർ ചേർത്ത് കൊടുക്കാം. ഒരു ടേബിൾ സ്പൂൺ ജീരകം ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഒരു പിടി ഉലുവ ചേർക്കാം. ഇനി ഇത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുക്കാം. കൈവച്ച് നന്നായിട്ട് കഴുകിയ ശേഷം വെള്ളം ഊറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് ധാരാളം വെള്ളം ഒഴിച്ചു കൊടുത്ത് ഒന്ന് കുതിർത്തി എടുക്കാവുന്നതാണ്. ഞാനിവിടെ രാവിലെ കഞ്ഞി റെഡിയാക്കുന്നതിന് വേണ്ടിയിട്ട് രാത്രിയാണ് കുതിർത്തി വെച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് രാത്രിയാണ് കഞ്ഞി കുടിക്കുന്നതെങ്കിൽ രാവിലെ കുതിർത്തി എടുക്കാവുന്നതാണ്. ഇപ്പോൾ രാവിലെ നോക്കുമ്പോഴാണ് വേവിച്ചെടുക്കുന്നത്. ഈ വെള്ളത്തോടു കൂടി തന്നെ കുക്കറിലേക്ക് ഒഴിച്ചു കൊടുക്കാം. കുറച്ചുകൂടി വെള്ളം ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ അളവിൽ ചതുപ്പയും ഒരു ടീസ്പൂൺ അളവിൽ അശാളിയും ചേർത്ത് കൊടുക്കാം. ഇത് അങ്ങാടി മരുന്ന് ഷോപ്പുകളിൽ കിട്ടുന്നതാണ്. കഴുകി എടുത്തതിന് ശേഷമാണ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. അശാളി കഴുകി കഴിയുമ്പോഴേക്കും നല്ല വഴുവഴുപ്പായിട്ട് ഒട്ടിയിരിക്കും. അത് സ്പൂണ് വെച്ചിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുത്തിരിക്കുന്നതാണ്. ഇനി കുക്കർ അടച്ചു വെച്ച് ഒരു 6 വിസിൽ വരുന്നത് വരെ വേവിച്ചെടുക്കാം. ഇതിൽ ശർക്കരയാണ് ചേർക്കുന്നത്. ശർക്കര താല്പര്യമില്ലാത്തവർക്ക് ഉപ്പ് ചേർത്ത് കൊടുത്ത് ഇത് കഴിക്കാവുന്നതാണ്. 3 ആണി ശർക്കരയാണ് ഇട്ട് കൊടുക്കുന്നത്. ഒരു പാത്രത്തിൽ 1 കപ്പ് അളവിൽ വെള്ളം ഒഴിച്ചു കൊടുത്ത് നന്നായിട്ട് ഉരുക്കിയെടുക്കാം. ഇപ്പോൾ 6 വിസിൽ വന്നു കഴിഞ്ഞു. നമ്മൾ ഒഴിച്ചിരിക്കുന്ന വെള്ളമൊക്കെ കറക്റ്റാണ്. നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഈ ഒരു കഞ്ഞി 3 പേർക്ക് കഴിക്കാൻ ഉണ്ടാകുന്നതാണ്. ഇനി നമ്മൾ ഇതിലേക്ക് അവസാനമായി മരുന്ന് ഷോപ്പുകളിൽ കിട്ടുന്ന മരുന്ന് പൊടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ആയുർവേദ മരുന്ന് ഷോപ്പുകളിൽ ഇത് കിട്ടുന്നതാണ്. ഇതിലേക്ക് അരമുറി തേങ്ങ അരച്ച് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ആയുർവേദ മരുന്ന് ഷോപ്പിൽ നിന്നും 2 തരം പൊടികൾ കിട്ടിയിട്ടുണ്ടായിരുന്നു. അത് രണ്ടും ഓരോ ടീസ്പൂൺ വെച്ച് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ശർക്കര പാനി റെഡിയാക്കിയിട്ടുണ്ടല്ലോ, അത് ഒരു തരിപ്പ വെച്ച് അരിച്ചെടുത്ത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് എള്ളൊന്ന് വറുത്തിട്ട് കൊടുക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു പാത്രം അടുപ്പിലേക്ക് വെക്കാം. അതിലേക്ക് 2 ടീസ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നെയ്യൊന്ന് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് കുറച്ച് എള്ളിട്ട് കൊടുക്കാം. 1 ടീസ്പൂണോളം എള്ള് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എള്ള് പൊട്ടി വരുമ്പോൾ നമ്മുടെ കഞ്ഞിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അങ്ങനെ വളരെ ടേസ്റ്റിയും ഹെൽത്തിയുമായിട്ടുള്ള ഈ ഒരു കർക്കിടക കഞ്ഞി നിങ്ങൾ എല്ലാവരും തയ്യാറാക്കി നോക്കണം കേട്ടോ. ഈ ഒരു റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത്. പുതുതായി ഏതെങ്കിലും കൂട്ടുകാർ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ചാനലിനെ സപ്പോർട്ട് ചെയ്ത് സബ് ചെയ്യാനും കൂടി മറന്നു പോകരുത്. വലത്തുവശത്ത് കാണുന്ന ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന് പ്രസ് ചെയ്താൽ മാത്രമേ ഞാനിടുന്ന അടുത്ത വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. അടുത്ത നല്ലൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.